ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അത് മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനിലാക്കി വെച്ചാൽ ഞാൻ ഇതുപോലെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതൊരു നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പൊട്ടാറ്റോ വെച്ചിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് ഇന്ന് റെഡിയാക്കാൻ പോകുന്നത്. പിന്നെ പ്രത്യേകം നമ്മൾ ഉരുളക്കിഴങ്ങ് മാത്രമായിട്ടല്ല കേട്ടോ ഇത് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ നമ്മൾ അരിപ്പൊടി കൂടി ചേർത്തിട്ടാണ് ഈ ഒരു സ്നാക്ക് റെഡിയാക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്നാക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് അടുപ്പിലോട്ടൊരു പാൻ വെച്ച് കൊടുക്കാം. ഇതൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ജീരകം ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് 1 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ഇതിലേക്ക് ചേർക്കാം. ഉപ്പ് നമ്മൾ ഉരുളക്കിഴങ്ങിനും കൂടിയിട്ടുള്ളത് കണക്കാക്കി ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ലാസ്റ്റ് പിന്നീട് ചേർത്ത് കൊടുത്താലും മതി. തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1/2 കപ്പ് അരിമാവ് ചേർത്ത് കൊടുക്കാം. 1 ഗ്ലാസ് വെള്ളത്തിന് 1/2 കപ്പ് അരിമാവാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. തീ ഒന്ന് കുറച്ച് വെച്ചോളൂ, അല്ലെങ്കിൽ എല്ലാം കൂടിയിട്ട് അടുക്കി പിടിച്ച് പോവും. തീ കുറച്ച് വെച്ചിട്ട് ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പം നല്ലൊരു ഡോ പോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് ഒരു ഉരുളക്കിഴങ്ങ്, വലിയ ഒരു ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ ഒന്ന് നന്നായിട്ട് തിളപ്പിച്ച് ഒന്ന് പുഴുങ്ങി എടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇതൊന്ന് നമുക്കിതുപോലെ ഒന്ന് ഉടച്ചെടുത്ത് വെക്കാം. നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഉടച്ചെടുത്ത് വെച്ച ഉരുളക്കിഴങ്ങ് നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു മിക്സിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചാറ്റ് മസാല, ഇത് നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഈസി ആയിട്ട് കിട്ടുന്ന ഒരു ഐറ്റമാണ് ചാറ്റ് മസാല. ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടും കേട്ടോ. ഇല്ല എന്നുണ്ടെങ്കിൽ ഗരം മസാല ചേർത്താൽ മതി. പിന്നെ 1/2 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലക്സ് ആണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇനി ഇത് രണ്ടും കൂടിയിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് എടുക്കണം. അതുപോലെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്തോളൂ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, രണ്ടും കൂടിയിട്ട് 1/2 ടീസ്പൂൺ മതിയാവും. അതുകൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോയിൽ അത് കാണിക്കാൻ വിട്ടുപോയതാണ്, ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ചിട്ട് നമുക്കൊന്ന് എടുക്കാം. അപ്പോൾ ഇത് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിലൊരല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചെറിയ ചെറിയ ബോൾസ്, ഒരുപാട് ചെറുപ്പമല്ല, ഒരു മീഡിയം സൈസ് ബോൾസ് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് ബോളാക്കി എടുക്കാം. എന്നതിന് ശേഷം കൈവച്ചിട്ട് തന്നെ ഒന്ന് ഇതുപോലെ അങ്ങ്, എന്നിട്ട് നമുക്കിത് ഈ അരിവൊക്കെ ഇതുപോലെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്ത് വെക്കുക. എന്നതിന് ശേഷം ഒരല്പം വെള്ളം ഒന്ന് കയ്യിലൊന്ന് തടവിയിട്ട് നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് എള്ളാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നല്ല ടേസ്റ്റ് ആട്ടോ എള്ളിടുമ്പം. അപ്പോൾ ഇതുപോലെ വേണം വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരല്പം വെള്ളം. എന്നിട്ട് എള്ള് ഇതുപോലെ ഇടുന്ന സമയത്ത് അതിൽ നന്നായിട്ട് ഒട്ടിയിരുന്നോളും. നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇളകി വരില്ല. അതുകൊണ്ടാണ് വെള്ളം സ്പ്രെഡ് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. വേണമെങ്കിൽ ഒരു കറുത്ത എള്ളും 3-4 എണ്ണം ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും എള്ളൊക്കെ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തു. കറുത്ത എള്ളു കൂടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, ഞാനിപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഫ്രൈ ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യുക. ചൂടായി വരുന്ന സമയത്ത് നമുക്കിത് ഇത്രയും കൂടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതിയാവട്ടെ. നമുക്കിത് ഓൾറെഡി നമ്മൾ മാവ് വേവിച്ചെടുത്തതാണ്, അതുപോലെ ഉരുളക്കിഴങ്ങും വേവിച്ചിട്ടാണ് ഇത് ചെയ്തത്. എന്നാലും ആ പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വരണം. ഇതിൻ്റെ ഉള്ളെന്ന് പറയുന്നത് കുറച്ച് സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക. ഇതിൻ്റെ പുറം ഭാഗമാണ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുക. അപ്പം മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ചെയ്യുക. കുറച്ച് ടൈം എടുത്ത് ചെയ്യുക കേട്ടോ. ഏത് സ്നാക്കാണെങ്കിലും നമ്മൾ തീയൊക്കെ കുറച്ചിട്ട് കുറച്ച് ടൈം എടുത്ത് ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടും. ഇതൊരു പ്രത്യേക ടേസ്റ്റുള്ള സ്നാക്ക് തന്നെയാണ്. ഉറപ്പായിട്ടും ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു സ്നാക്ക്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് ആകുമ്പോൾ നമുക്ക് എടുക്കാം. കുറച്ച് ടൈം എടുക്കും, പെട്ടെന്നൊന്നും ആയി കിട്ടില്ല. ഒരു 5-6 മിനിറ്റ് എടുത്തിട്ടാണ് ഇതൊന്ന് ഫ്രൈ ആയിട്ട് വന്നത്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻസുകൾ എന്നെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിക്കാൻ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. കുറച്ച് വൈകിയാണെങ്കിലും ഞാൻ റിപ്ലൈ എല്ലാവർക്കും തരാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.